വീഡിയോയിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു മാത്സ് ലാബ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. 5ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റായ വെൻ ലൈൻസ് ജോയിൻ അഥവാ വരകൾ ചേരുമ്പോൾ എന്ന പാഠത്തെ ആസ്പദമാക്കി അതിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ഏതാനും പഠനോപകരണങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഈ ഒരു ലാബ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നോക്കാം. ഇതൊരു മിക്സിയുടെ ഒഴിവാക്കിയ ബോക്സാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചു. ശേഷം മാത്സ് ലാബ് എന്നൊരു ഹെഡിങ് കൊടുത്തു. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എഴുതി. കുറച്ച് പോളിഗൺസ് അഥവാ ജ്യാമിതീയ രൂപങ്ങൾ വരച്ചു. കുറച്ച് മാത്സ് സിമ്പിൾസും ഫ്രണ്ട് ഭാഗത്ത് വരച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെല്ലാമാണുള്ളത് എന്ന് നോക്കാം. നോക്കൂ, ഈ ഒരു ഉപകരണം കഴിഞ്ഞ വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കൾ ചെരിഞ്ഞാണോ അഥവാ കുത്തനെയാണോ, സ്ലാൻഡഡ് ആണോ അഥവാ അപ്രൈറ്റ് ആണോ എന്ന് കണ്ടെത്താനുള്ളൊരു ഉപകരണമാണിത്. ഇത് നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒഴിവാക്കിയ മാലമുത്തുകൾ എടുത്തിട്ട് അതിനുള്ളിലൊരു ചരട് അഥവാ ത്രെഡ് കെട്ടുക. എന്നിട്ട് മുത്ത് താഴെ പോവാതിരിക്കാൻ വേണ്ടി അടിയിലൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ മുത്ത് കോർത്ത ശേഷം മുകളറ്റത്ത് നമുക്ക് എൻ പോയിൻറ്റ്സിൽ വേണമെങ്കിൽ ഒരു കമ്പ് കെട്ടിവെക്കാം. ഇവിടെ ഞാനൊരു ഒഴിവാക്കിയ കളർ പെൻസിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ഈ ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ചെരിഞ്ഞതും കുത്തനെയുമുള്ള പ്രതലങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഈ ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ ചെരിഞ്ഞാണോ കുത്തനെയാണോ അപ്രൈറ്റ് ആണോ സ്ലാൻഡഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് മിക്സിയുടെ ജാറും നിങ്ങൾക്കറിയാം ചെറിയ ബോക്സുകളിലായിരിക്കും. അത്തരത്തിലുള്ള ഒരു ബോക്സിൽ നാം പരിചയപ്പെട്ടിട്ടുള്ള പോളിഗൺസ് വരച്ച് വെട്ടിയെടുത്ത ചിത്രങ്ങളാണ്. 3 സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ ത്രികോണം, 4 സൈഡ്സ് വരുന്ന ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം. 4 സൈഡ്സ് വരുന്ന എല്ലാ പോളിഗൺസും ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന റെക്റ്റാങ്കിളും സ്ക്വയറും ഇതിനോടൊപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിൾ അഥവാ ചതുരമെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതുപോലെ ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും അപ്രൈറ്റ് ആയിരിക്കും. താഴെ ലൈനിനോട് ചേർന്നിരിക്കുന്ന ഇടതുവശത്തെയും വലതുവശത്തെയും വരകൾ കുത്തനെയായിരിക്കും. സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യം, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും. ഒപ്പം ബോട്ടം ലൈനിനോട് ചേർന്ന് കിടക്കുന്ന ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും അപ്രൈറ്റ് ആയിരിക്കും. താഴത്തെ വരയോട് ചേർന്നിരിക്കുന്ന ഇടത്തെ വരയും വലത്തെ വരയും കുത്തനെയുള്ളവ ആയിരിക്കും. റെക്റ്റാങ്കിളും സ്ക്വയറും ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. ചതുരവും സമചതുരവും ചതുർഭുജങ്ങളാണ്. അതുപോലെ പഞ്ചഭുജം അഥവാ പെൻറ്റഗൺ, ഷഡ്ഭുജം അഥവാ ഹെക്സഗൺ, സപ്തഭുജം അഥവാ സെപ്റ്റഗൺ, അഷ്ടഭുജം അഥവാ ഒക്ടഗൺ. ഇവയെല്ലാം വെട്ടിയെടുത്ത് അതിൽ കളർ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കൊടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഒരു ചാർട്ട് പേപ്പറിൽ മാച്ച് സ്റ്റിക്സ് അഥവാ തീപ്പെട്ടിക്കമ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പോളിഗൺസ് ജ്യാമിതീയ രൂപങ്ങളാണ്. അവയിലും ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ എന്നിവയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈർക്കിൽ ഉപയോഗിച്ചിട്ടും തയ്യാറാക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വരയ്ക്കാനും കളർ ചെയ്യാനും വളരെ ഇഷ്ടമല്ലേ? ഇവിടെ പോളിഗൺസ് അഥവാ ജ്യാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഏതാനും ചിത്രങ്ങളും അവ കളർ ചെയ്തതുമാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ക്യാറ്റ് ഉണ്ട്, ഒരു ബോട്ടുണ്ട്, ഒരു പീകോക്ക് ഉണ്ട്, ഒരു ഹൗസ്, ഒരു ഫിഷ്, ഒരു ബസ്. വളരെ കുറച്ചെണ്ണം മാത്രമേ ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ നിങ്ങളെ ഐഡിയാസ് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് വരയ്ക്കാൻ കഴിയും. വരച്ചിട്ട് അവയ്ക്ക് കളർ കൊടുക്കുകയും കൂടെ വേണം.
ഇതുപോലെ പഠനോപകരണങ്ങൾ നിർമ്മിച്ച് നല്ലൊരു മാത്സ് ലാബ് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കണേ. ഒപ്പം നിങ്ങളുണ്ടാക്കിയ മാത്സ് ലാബിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ.